പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ആൾ-ഇൻ-വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ എപ്സൺ L605 എന്ന പ്രിന്റർ എങ്ങനെ പ്രിന്റ് ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു സാമ്പിൾ ഡോക്യുമെന്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കളർ പ്രിന്ററാണ്, അപ്പോൾ കളറുണ്ട് ഈ ഡോക്യുമെന്റിൽ, കണ്ടില്ലേ, മുഴുവൻ്റെ കളറുണ്ട്. നോർമൽ കേസിൽ നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യാനാണെങ്കിൽ ഷോർട്ട് കട്ടായിട്ട് ഒന്നെങ്കിൽ Ctrl+P എന്നുള്ള കീബോർഡിൽ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ പ്രിന്റിംഗ് ഓപ്ഷനിൽ പോയിട്ട് ഇവിടെ പ്രിന്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും പ്രിന്ററിൻ്റെ പേര് കാണിക്കുന്നുണ്ട്, എത്ര കോപ്പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ പ്രിന്റ് എന്നുള്ള കൊടുക്കുന്നതോടുകൂടി നമുക്ക് നോർമൽ കേസിൽ പ്രിന്റ് ചെയ്ത് വരുന്നതാണ്. ഇനി കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഈ Ctrl+P അല്ലെങ്കിൽ ഈ പ്രിന്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ പ്രിന്ററിൻ്റെ താഴെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതെന്താ വെച്ചാൽ കൂടുതൽ പേജസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. കറൻറ്റ് പേജ് മതി, അല്ലെങ്കിൽ കംപ്ലീറ്റ് പേജ് വേണം, അല്ലെങ്കിൽ റേഞ്ച് കാണിച്ചു കൊടുക്കാം. പിന്നെ 2 സൈഡ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ 2 സൈഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 2 സൈഡായിട്ട് പ്രിന്റ് ചെയ്ത് വരുന്നതാണ്. ഈ മോഡൽ ആൾറെഡി 2 സൈഡ് ഡ്യൂപ്ലെക്സ് ആനബിൾ ആയിട്ടുള്ള പ്രിന്ററാണ്. അപ്പോൾ ഇതിലേതാ നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഓറിയൻറ്റേഷൻ പോർട്രേറ്റ് ആണോ ലാൻഡ്സ്കേപ്പ് ആണോ വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ പേപ്പർ സൈസ്, നമ്മൾ വെച്ച പേപ്പറിൻ്റെ സൈസ് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെയൊക്കെ പുറമെ ഇതിൻ്റെ താഴെ കാണുന്നുണ്ടാവും, ഈ പ്രിൻ്റിൻ്റെ പേരിൻ്റെ താഴെ കാണുന്നതാവും പ്രിൻ്റർ പ്രോപ്പർട്ടീസ്, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നത്. ഡോക്യുമെൻറ്റ് സൈസ്, അതായത് നമ്മൾ ട്രയൽ വെച്ച സൈസ് ഏതാണെന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. പ്രിൻറ്റ് ചെയ്യേണ്ട സൈസും പാടാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഓറിയൻറ്റേഷൻ പോർട്രേറ്റ് ആണോ ലാൻഡ്സ്കേപ്പ് ആണോ വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ പ്രിവ്യൂ മാറുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അതേപോലെ ആയിരിക്കും പ്രിൻറ്റ് ചെയ്ത് വരിക. പിന്നെ പേപ്പർ ടൈപ്പ്, ഏത് ടൈപ്പ് പേപ്പറാണ് നിങ്ങളിവിടെ വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇവിടെ ആവശ്യാനുസരണം മാറ്റി കൊടുക്കാവുന്നതാണ്. നിങ്ങൾ ഗ്ലോസി പേപ്പർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇവിടെ എപ്സൺ പ്രീമിയം ഗ്ലോസി എന്നുള്ളത് സെലക്ട് ചെയ്തിരിക്കണം. അതേപോലെ ഒരിക്കലും ഗ്ലോസി പേപ്പർ ഉപയോഗിക്കുന്ന സമയത്ത് പ്ലെയിൻ പേപ്പർ സെലക്ട് ആയിരിക്കാനും പാടില്ല. പിന്നെ ക്വാളിറ്റി, സ്റ്റാൻഡേർഡ്, ഹൈ, ഡ്രാഫ്റ്റ്, ഇങ്ങനെ 3 ക്വാളിറ്റിയാണ് നോർമലി വരുന്നത്. ഹൈ പറയുമ്പോൾ കൂടുതൽ ക്വാളിറ്റിയിൽ സ്ലോ പ്രിൻറ്റിംഗ് ആയിരിക്കും. ഡ്രാഫ്റ്റ് പറയുമ്പോൾ ഭയങ്കര ഫാസ്റ്റ് പ്രിൻറ്റിംഗ് ആയിരിക്കും, പക്ഷേ ക്വാളിറ്റി തീരെ ഉണ്ടാവില്ല. നോർമൽ കേസിൽ എല്ലാവരും സ്റ്റാൻഡേർഡാണ് ഉപയോഗിക്കാറുള്ളത്. ഇനി നിങ്ങൾ ഫോട്ടോ ആണ് പ്രിൻറ്റ് ചെയ്യുന്നതെങ്കിൽ സ്റ്റാൻഡേർഡിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഹൈയിലേക്ക് മാറ്റിയിരിക്കണം. പക്ഷേ പ്ലെയിൻ പേപ്പറിൽ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, നിങ്ങൾ ഹൈ ക്വാളിറ്റിയിൽ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഇങ്ക് ഇറങ്ങുന്നതുകൊണ്ട് ചിലപ്പോൾ പേപ്പർ ജാമിന് സാധ്യതയുണ്ട്. പിന്നെ കളറ് ഏത് മോഡാണ് വേണ്ടത്, ഗ്രേ സ്കെയിലാണോ കളറാണോ വേണ്ടത് നിങ്ങൾക്ക് ഇൻസ്റ്റാൻസ് ഇവിടെ മാറ്റി കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ മോഡൽ പ്രിൻ്റർ 2 സൈഡ് പ്രിൻറ്റിംഗ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് 2 സൈഡ് വേണമെന്നുണ്ടെങ്കിൽ ആ 2 സൈഡ് സെലക്ട് ചെയ്യുക. പിന്നെ മോർ ഓപ്ഷൻസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്ടർമാർക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ അതിൽ വരുന്നുണ്ട്. 2 സൈഡ് പ്രിൻറ്റിങ്ങിൽ 2 ഓപ്ഷൻസ് വരുന്നുണ്ട്. ഒന്ന് ലോങ് എഡ്ജ് ആൻഡ് ഷോർട്ട് എഡ്ജ്. ലോങ് എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാ ബുക്ക് റീഡ് ചെയ്യുന്ന പോലെ ഒരു പേജ് കഴിഞ്ഞ് അടുത്ത പേജ്, അങ്ങനെ സാധാ ബുക്ക് റീഡ് ചെയ്യുന്ന പോലെ ആയിരിക്കും. ഷോർട്ട് എഡ്ജ് വരുന്ന സമയത്ത് ഒരു പേജ് കഴിഞ്ഞ് രണ്ടാമത്തെ പേജ് നോർമൽ കേസിൽ ബുക്കിൽ നോക്കുന്ന സമയത്ത് തല തിരിഞ്ഞിട്ടായിരിക്കും വരിക. നിങ്ങൾക്ക് അതിൻ്റെ ചെറിയ പ്രിവ്യൂ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക ആവശ്യമുള്ളത്, എന്നിട്ട് ഓക്കെ എന്ന് കൊടുക്കുക. വീണ്ടും ഈ പ്രിൻ്റ് എന്ന് കൊടുക്കുന്നതോടുകൂടി നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും പ്രിൻ്ററിലേക്ക് കമാൻഡ് ചെല്ലുന്നതാണ്, പ്രിൻറ്റ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതേപോലെ നിങ്ങൾ ട്രൈ ചെയ്യുക. ഓക്കെ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.